പ്രിയങ്കരനായ സാനു മാസ്റ്റർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, 50 വർഷത്തിലധികം വളരെ അടുത്ത് പെരുമാറുകയും ധാരാളം നല്ല ഓർമ്മകൾ എനിക്ക് നൽകുകയും ചെയ്ത റോയിയെ ഞാനിന്ന് വിവിധ കോർണറുകളിലൂടെയാണ് കാണുന്നത്. ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു റോയി. നല്ലൊരു പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, എഴുത്തുകാരൻ, എല്ലാത്തിലുമുപരി ഒരു സ്നേഹിതൻ. അതിലൊന്ന് രണ്ട് മുഖങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഒന്ന്, കുമ്പളങ്ങി കഥ ഞാൻ എഴുതുന്നത് 2004 AK ആൻ്റണി മന്ത്രിസഭയിൽ നിന്നും മാറി ഒരു ഒറ്റപ്പെട്ട യാത്ര തുടങ്ങിയപ്പോൾ റോയിയാണ് പറഞ്ഞത്, മാഷേ കുറേ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് കുമ്പളങ്ങിയിലെ കല്ലഞ്ചേരിയിൽ റോയിയും TVR ഷേണായും ജോണിയേട്ടനും ഒക്കെ ഞങ്ങൾ ഇടക്കൊന്നു കൂടാണ്. കുമ്പളങ്ങി കള്ള് വളരെ പ്രസിദ്ധമാണ്, കരിമീൻ പൊള്ളിച്ചതും പ്രസിദ്ധമാണ്. ഇതൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോയി തന്നെ ചില കഥകൾ പറയും. അതിലൊരു കഥ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഞാൻ സംസ്ഥാന എക്സൈസ് മന്ത്രിയായ സന്ദർഭത്തിൽ കുമ്പളങ്ങിയിൽ എനിക്ക് വലിയൊരു സ്വീകരണമാണ് കിട്ടിയത്. അന്ന് ഡൊമിനിക്കാണ് MLA. ഒരു മഹാസമുദ്രം വടക്കേ കടത്തകടവിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച് ഇല്ലിക്കൽ ക്ഷേത്രം. റോയി ഒരു പ്രധാനപ്പെട്ട പ്രാസംഗികനാണ്. ഈ സ്വീകരണം കണ്ട് സന്തോഷം തോന്നി ഞാൻ കുമ്പളങ്ങിക്കാരെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി. കാരണം എൻ്റെ കയ്യിൽ കള്ള് മാത്രമേ ഉള്ളൂ. പിന്നെ ടൂറിസം ഉണ്ട്. ടൂറിസം ഒരു മോഡൽ ഗ്രാമമായിട്ട് കുമ്പളങ്ങി വളരും. അപ്പോൾ അവർ പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് തോപ്പുംപടി പോയിട്ട് വേണം ഒന്ന് രണ്ടടിക്കാൻ. തോപ്പുംപടിയിൽ നിന്ന് കുടിച്ച് ഇവിടെ എത്തുമ്പോൾ അത് പോവും. അതുകൊണ്ട് കുമ്പളങ്ങിയിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങണം. ആ ആവശ്യത്തിന് പിന്തുണ കൊടുത്തത് റോയിയാണ്. റോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഏറ്റവും ഉചിതമാണ്. എന്ത് നിയമ തടസ്സങ്ങളുണ്ടെങ്കിലും തോമസ് മാഷ കുമ്പളങ്ങിക്കാരനായതുകൊണ്ട് ഇത് വന്നിരിക്കും. ധൈര്യമായിട്ടിരുന്നോളൂ. പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ എൻ്റെ വീട്ടിൽ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് റോയി ഇങ്ങനെ പറഞ്ഞത്? നമുക്ക് ബിവറേജ് കോർപ്പറേഷന് ഔട്ട്ലെറ്റ് കൊടുക്കണമെങ്കിൽ നിയമങ്ങളുണ്ട്. അത് ഗ്രാമങ്ങളിൽ കൊടുക്കാറില്ല, അത് കൊടുക്കുന്നത് പട്ടണങ്ങളിലാണ്. അപ്പം പിന്നെ ഇങ്ങനെ കുമ്പളങ്ങി കൊടുക്കാൻ കഴിയും? അപ്പോൾ റോയി പറഞ്ഞു, മാഷ് അത് കൊടുക്കും എന്നെനിക്കറിയാം. അതിനുള്ള മാർഗം കണ്ടുപിടിക്കാനും മാഷിന് കഴിയും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഞാൻ തിരുവനന്തപുരത്ത് പോയി അന്നത്തെ സെക്രട്ടറി T. ബാലകൃഷ്ണനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഇതിന് വല്ല മാർഗമുണ്ടോ? ബാലകൃഷ്ണൻ അന്ന് ടൂറിസം സെക്രട്ടറിയാണ്. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞ സാധാരണ സ്ഥിതിക്ക് മാർഗമില്ലെങ്കിലും ഇത് ഇന്ത്യയിൽ ആദ്യത്തെ മോഡൽ ടൂറിസം ഗ്രാമമാണ്. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ സോംപാൽ കുമ്പളങ്ങിയിൽ വന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ടൂറിസം ഗ്രാമമായി കുമ്പളങ്ങി പ്രഖ്യാപിച്ചത്. ഹോം സ്റ്റേകൾ. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് NN സത്യവ്രതൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് റോയി. ഞങ്ങളെല്ലാവരും അവിടുത്തെ 14 വാർഡുകളിലെയും ആളുകളെ വിളിച്ചു കൂട്ടി.
നിങ്ങൾക്കെതിരെ വല്ല പരാതിയുണ്ടോ? കാരണം വീടുകളിൽ ജനങ്ങളോടൊപ്പമാണ് താമസിക്കേണ്ടത്. ഏതാണ്ട് ഗോവൻ രീതി. റോയിയുണ്ട്, സത്യനുണ്ട്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പറഞ്ഞു, എന്താണ് തോമസ് മാസ്റ്റർ ഇത് ഗോവയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കുമ്പളയംകാർ മാന്യന്മാരായിട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ മാന്യത തകർക്കാനാണ് ഉദ്ദേശം. ഇപ്പോൾ റോയ് ചോദിച്ചു, താൻ എവിടുത്തുകാരനാണ്? അപ്പോൾ സാർ ഞാൻ ഗോവക്കാരനാണ്. അതാണ് തനിക്ക് സംശയം. അതാണ് എനിക്ക് സംശയം. അതിൽ റോയ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങൾ കടന്നു വന്ന നാടാണ് കുമ്പളങ്ങിയും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും. ചൈനക്കാർ വന്നിട്ടുണ്ട്, ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, അറബികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സംസ്കാരത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആര് വന്നിവിടെ താമസിച്ചാലും ഞങ്ങളുടെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണ് റോയ് ആ മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ഗ്രാമമായ കുമ്പളങ്ങിയിൽ ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞു, മാഷേ സ്പെഷ്യൽ പവറുണ്ട്, അത് അങ്ങ് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചാൽ പാസ്സാക്കിയെടുക്കാം. അങ്ങനെയാണ് ക്യാബിനറ്റിൽ ഞാനിത് ടൂറിസം ഗ്രാമമായതുകൊണ്ട് കുമ്പളങ്ങിയിൽ ബിവറേജ് കോർപ്പറേഷൻ തുടങ്ങണം എന്ന് ഫയൽ കൊടുക്കുകയും അത് പാസ്സാക്കുകയും ആദ്യത്തെ വണ്ടി വന്നപ്പോൾ എന്നെയും റോയിയെയും ചെണ്ടമേളങ്ങളോട് സ്വീകരിച്ച് കുമ്പളങ്ങിക്കാർ ഈ ഇറക്കുമതി കാശ് വാങ്ങിക്കാതെ അവിടെ ഈ ബിവറേജ് കോർപ്പറേഷൻ കുപ്പികൾ വെക്കാൻ തുടങ്ങി. ഇന്നും അത് തന്നെ സ്ഥിതി. അപ്പോൾ അന്ന് റോയി ഒരു മാഷ്ക്കത് കഴിയും. മറ്റൊരു കഥ റോയി തന്നെ പിന്നീട് ഞങ്ങളുടെ ചില യോഗങ്ങളിൽ പറഞ്ഞത്, ഞാൻ എക്സൈസ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു ലാസറുണ്ട്, അയാളവിടെ കള്ളവാറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ ഷാപ്പുകാർ, ഒന്ന് കള്ള് ഷാപ്പുമുണ്ട്, ചാരായ ഷാപ്പുമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ലാസർ ഒരു തലവേദനയാണ്. കാരണം ആ കടകളിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ല ചാരായം വില കുറച്ച് ലാസർ കൊടുക്കും. അപ്പോൾ അവരെല്ലാം കൂടി എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടു, ഇങ്ങനെ ഈ ലാസർ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി എൻ്റെ അടുത്ത് വന്നു, റോയ് ഉണ്ടാക്കിയ കഥയാണിത്. എൻ്റെ അടുത്ത് വന്നു, മാഷി ഇങ്ങനെ ഒരു ലാസറുണ്ട്, ഇവിടെ ചാരായത്തിൻ്റെ വിൽപ്പന കള്ളവാറ്റ് നടക്കുക, ഇതൊന്ന് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു, അയാളുടെ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അത് പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരുടെ നിർബന്ധം മൂലം ഞാൻ അവരോട് പറഞ്ഞു, ശരി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ലാസറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ലാസറിൻ്റെ കട്ടിലിൻ്റെ താഴെ നിന്ന് 2 കുപ്പി ചാരായം കിട്ടുന്നു. പിന്നെ പഴയ കാലത്തെ വാറ്റുപകരണം ചട്ടിയും കലവും ഒക്കെ കിട്ടി. അപ്പോൾ എക്സൈസുകാർ പറഞ്ഞു, ഞങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്താ കാരണം സാർ? 2 കുപ്പി ചാരായം, അതിൽ സാർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതിന് തെളിവുണ്ട്. പിന്നെന്താ, പഴയ വാറ്റുപകരണങ്ങൾ, അത് മതി. അപ്പോൾ ലാസർ ഇവരോട് പറഞ്ഞു, ഇതാണ് ഞാൻ റോയെ കണ്ട ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ലാസർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ശരി, ആ ഉപകരണം കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഉപകരണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നിങ്ങൾ സെക്സ് ഹറാസ്മെൻറ്റിന് കേസെടുത്തോളൂ. റോയിയുടെ കഥയാണ്. റോയ് എത്രയും മനോഹരമായി അങ്ങനത്തെ ഒത്തിരി കഥകൾ ഞാൻ പറഞ്ഞാൽ സമയമെടുക്കണം. ഒത്തിരി അതാണ് എൻ്റെ കുമ്പളങ്ങി കഥയായിട്ട് രൂപം കൊടുക്കുന്നത്. അതൊരു ഭാഗം. 2, ഇവിടെ തമ്പാൻ തോമസ് സൂചിപ്പിച്ചതുപോലെ വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ സെക്രട്ടറി ജനറലായി റോയ് ഇരിക്കുകയും വിക്രം റാവു പ്രസിഡൻ്റ് ആവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 84 കാലഘട്ടമാണ്, ഞാൻ MP ആയിട്ട് ചെല്ലുന്ന സന്ദർഭം ഡൽഹിയിൽ ഒരു വലിയ സമ്മേളനം ഡൽഹിയിൽ നടത്തി. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും വിളിപ്പിച്ചു, സംവാദങ്ങൾ നടന്നു. ഡൽഹിയുടെ ചരിത്രത്തിൽ മാധ്യമപ്രവർത്തകരും ഭരണാധികാരികളും തമ്മിൽ പരസ്പരം മുഖം നോക്കി പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സമ്മേളനമായിരുന്നു. 3ാമത്തത്, എനിക്ക് പത്രപ്രവർത്തകരുമായി കേരളത്തിൽ ബന്ധമുണ്ട്, ഡൽഹിയിൽ ബന്ധമുണ്ട്. TVR ഷണായും മാധവൻ കുട്ടും പഴയാണ്. ഞാനൊരു പ്രത്യേകത അന്നും കാണുന്നത്, അന്ന് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല. അന്ന് മാധ്യമരംഗത്തേക്ക് വന്നത്
ഈ രംഗത്ത് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കണം. അതിന് സത്യമായ വാർത്തകൾ വരണം. ഇപ്പോൾ ടി വി ആശയുടെ ബൈലൈൻ എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകം പോലെയാണ്. റോയിയുടെ കഥകൾ, റോയി എത്രയോ സ്റ്റോറി കൊടുത്തിരിക്കുന്നു. അതിലൊരു സ്റ്റോറി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പി സിംഗ് പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം കൊച്ചിയിൽ വരുന്നു. അന്ന് ഞങ്ങളൊരു ബോട്ട് എടുത്ത് അതിൽ അദ്ദേഹത്തെ കൂടി ഇരുത്തി ഫോർട്ട് കൊച്ചിയിൽ പോയി. റോയി ഇങ്ങനെ കൂടെയുണ്ട്. റോയി ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് പി സിംഗിനോട് ചോദിക്കുക. അദ്ദേഹം വളരെ സരസമായിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം പോകുന്നത് ഇപ്പോൾ കല്ലഞ്ചേരിയിൽ തന്നെയാണ്. അവിടെ ആട്ടുകട്ടിൽ 2 തെങ്ങിൽ കെട്ടിയിരിക്കുന്ന ആട്ടുകട്ടിൽ കിടന്ന് പി സിംഗ് ആടി ഇങ്ങനെ ചെറിയ ഉറക്കത്തിലാണ്. റോയി ഇങ്ങനെ നല്ല മനോഹരമായ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കും. അത് പിന്നീടൊരു വലിയ വാർത്തയായി. അത് ആ ഒരു ചിന്ത പി സിംഗ് എന്ന് പറഞ്ഞ മുൻ പ്രധാനമന്ത്രിയോട് ബോട്ടിലിരുന്നും കലഞ്ചേരിയിൽ ആട്ടുകെട്ടിൽ കിടന്നുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ അതൊരു പുറത്തു വന്നപ്പോൾ അത് രസകരമായിരുന്നു. മറ്റൊന്ന് KM റോയി എന്ന എഴുത്തുകാരൻ. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു മഹാത്മാഗാന്ധിയെക്കുറിച്ച്, മഹാത്മാഗാന്ധിയുടെ മറ്റൊരു മുഖം ഉണ്ട് എന്ന് ധൈര്യത്തോടെ എഴുതിയ ഒരാളാണ് KM റോയി. ആ ബുക്ക് ഞാനിന്നും സൂക്ഷിക്കുന്നു. മറ്റൊരു മഹാത്മാഗാന്ധി. ഇപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നാം വളരെ മുകളിൽ കാണുന്ന ആളുകൾ, ഉന്നതന്മാർ, അവർക്കൊക്കെ മറ്റൊരു മുഖമുണ്ട്. കാരണം അവരെല്ലാം മനുഷ്യനെ. ഷെനായുടെ അന്ന് റോയിയുടെ നിലപാടെന്തായിരുന്നു. പിന്നെ റോയിയുടെ വ്യക്തിബന്ധങ്ങൾ, TVR ഷെനായി, മാധവൻകുട്ടി, PS ജോൺ, കുര്യൻ, ഇങ്ങനൊരു വലിയ വൃന്ദം അദ്ദേഹത്തിന് എറണാകുളത്തുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു. ആ മാധ്യമരംഗത്തുള്ള സ്വാധീനം റോയ് വളരെ വ്യക്തതയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ വലിയ ഇവിടെ തമൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചില പത്ര സുഹൃത്തുക്കൾ ഉണ്ടാക്കിയതുപോലെയുള്ള വലിയ സ്വത്തുണ്ടാക്കാം. ഡൽഹിയിൽ അങ്ങനെയാണ് പലപ്പോഴും. അവിടെ സെൻട്രൽ ഹാളിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ആകെ തമ്പാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, പഴയ സെൻട്രൽ ഹാളില്ല. സെൻട്രൽ ഹാളേ ഇല്ല. പണ്ട് ഞാനിപ്പോൾ യെച്ചൂരിയുടെ മരണത്തിൽ പോയി, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ പോയതാണ്. അന്ന് ഓരോരുത്തർക്കും സെൻട്രൽ ഹാളിൻ്റെ കോർണറുണ്ട്. അവിടെ പോയി അവിടെ ആയിരിക്കും യെച്ചൂരി വരിക, അവിടെ ആയിരിക്കും പി സിംഗ് വരിക, ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് അതൊന്നും അങ്ങനെ സംസാരമേ ഇല്ലാതായിരുന്നു. ആ സെൻട്രൽ ഹാൾ തന്നെ ഇല്ല, അതില്ലാതാക്കിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പത്രമാധ്യമ രംഗത്തേക്ക് കടന്നു വന്നവരെല്ലാം അവർക്ക് വേണമെങ്കിൽ മറ്റേത് രംഗത്ത് പോയെങ്കിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അവർ ഈ പത്രപ്രവർത്തക രംഗത്ത് നിന്നുകൊണ്ട് നേടിയ ഖ്യാതി അത് ഈ പണത്തിന് പാരലായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒത്തിരി കഥകൾ. അത് മാത്രമല്ല, എനിക്കൊരു വ്യക്തിബന്ധം കൂടി, എൻ്റെ ഭാര്യയും റോയിയുടെ ഭാര്യയും തമ്മിലൊക്കെ ഞങ്ങൾ ചില ബന്ധങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധം കൂടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകൻ, ഒരു മനുഷ്യസ്നേഹി, നല്ലൊരു സുഹൃത്ത്, ഈ നിലയിലൊക്കെയാണ് ഞാൻ റോയിയെ കാണുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഓർമ്മ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഞാൻ മനുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.